കാവലായി ഭാഗം 4. ഓഹോ, അപ്പോൾ അവിടം വരെ ആയോ കാര്യങ്ങളൊക്കെ? വേദുവിനെയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെയും നോക്കി പുച്ഛത്തോടെ അംബിക പറഞ്ഞു. ദേ തള്ളേ, ഇവളുടെ പേരിലുള്ള സ്വത്ത് കണ്ടിട്ടാ നിങ്ങളുടെ ഈ വരവെന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതാ നല്ലത്. ഇവളുടെ സ്വത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അംബികയെ തറപ്പിച്ചു നോക്കിക്കൊണ്ടുള്ള അവൻ്റെ സംസാരത്തിൽ അവർ ആദ്യം ഒന്ന് ഭയന്നു പോയി. എങ്കിലും വരാൻ പോകുന്ന സൗഭാഗ്യം ഓർത്തപ്പോൾ എന്ത് ചെയ്തിട്ടായാലും പിടിച്ചു നിൽക്കണം എന്നവർ മനസ്സിൽ കുറിച്ചു. നീ അധികം പ്രസംഗിക്കാനൊന്നും നിൽക്കേണ്ട. ഞാനേ ദേ ഇവളുടെ അപ്പച്ചിയാണ്. എനിക്കുള്ള അവകാശമൊന്നും നിനക്ക് ഇവളിലില്ല. അവർ അത് പറയുമ്പോൾ പ്രതീക്ഷയോടെ ആ പെണ്ണിൻ്റെ കണ്ണുകൾ അവന് നേരെ നീണ്ടു. എന്നാൽ അവരോടുള്ള ദേഷ്യം അടക്കാനാകാതെ നിൽക്കുന്ന അവൻ അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതുകൂടെ ആയപ്പോൾ ചെഞ്ചുണ്ടുകളാൽ വിതുമ്പിക്കൊണ്ടവൾ പുറത്തു നിൽക്കുന്ന മീനുവിനെ നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ മീനു അവളെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണുകൾ ചിമ്മിക്കാട്ടി. അവകാശം പോലും? എന്തവകാശം? ഇവളുടെ അച്ഛനമ്മ മരിച്ചുപോയ അന്ന് നിങ്ങൾ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയതല്ലേ? ഇപ്പോൾ വന്നതുപോലും സ്വത്തിന് വേണ്ടി മാത്രം. അങ്ങനെയുള്ള നിങ്ങളെ ആരേലും അപ്പച്ചി എന്ന് വിളിക്കുവോ? മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് കത്തുന്ന കൺകളാൽ അവൻ പറഞ്ഞു. എന്നാൽ ഇതേ സമയം അവരുടെ സംസാരത്തിനിടയിൽ അശോക് ആരും കാണാതെ പതിയെ അവർക്കരികിൽ ചെന്ന് വേദുവിൻ്റെ കയ്യിൽ പിടിച്ചു. വേദു, വാ, നമുക്ക് പോകാലോ. വാ, എൻ്റെ കൂടെ കളിക്കാലോ. നമുക്ക് വീട്ടിൽ പോകാം. അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. വേദു ആണേൽ അവനിൽ നിന്നും പരമാവധി പിടിപിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കതിനായില്ല. അപ്പോഴാണ് അംബിക ആ കാഴ്ച കണ്ടത്. പെട്ടെന്ന് തന്നെ അവരുടെ കുരുട്ടുബുദ്ധിയിൽ പല ആശയങ്ങളും തെളിഞ്ഞു വരാൻ തുടങ്ങി. നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ വന്നത് അവളെ എൻ്റെ മകൻ്റെ ഭാര്യയാക്കി കൂടെ കൂട്ടാൻ വേണ്ടിയാണ്. ദേ നോക്കിയേ, അവനിപ്പോൾ അവളില്ലാതെ വയ്യ. കൗശലമുഖത്തോടെ അവർ പറഞ്ഞു നിർത്തിയതും രുദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വേദുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവരുടെ കാറിനടുത്തേക്ക് നടക്കാൻ പോകുന്ന അശോകിനെയാണ്. ആ ഒരു കാഴ്ച മാത്രം മതിയായിരുന്നു അവനിലെ ഒറ്റയാനുണരാൻ. ഡാ ഭന്ന മോനെ! അലറിക്കൊണ്ടവൻ അശോകിനെ ചവിട്ടി വീഴ്ത്തി. അയ്യോ എൻ്റെ മോനെ! മുറ്റത്തേക്ക് തെറിച്ചു വീണ അവനരികിൽ ഓടിച്ചെന്ന് അംബിക കരഞ്ഞുകൊണ്ടവനെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇതൊക്കെ കണ്ട് അവൻ്റെ പിറകിൽ പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് വേദു. അപ്പോൾ തന്നെ മീനു അവൾക്കരികിൽ ചെന്നവളെ ചേർത്ത് പിടിച്ചിരുന്നു. അത്ര നേരം അടക്കി പിടിച്ച സങ്കടവും പേടിയുമൊക്കെ മീനുവിൻ്റെ തോളിൽ ഒഴുക്കി വിടുമ്പോഴും ആ മിണ്ടാപ്പെണ്ണിൻ്റെ കണ്ണുകൾ അവളുടെ ഒറ്റയാനെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ആ സാന്നിധ്യം പോലും ആ പൊട്ടിപ്പെണ്ണിൻ്റെ മനസ്സിൽ ഒരാശ്വാസവും ധൈര്യവും അതിലുപരി സ്വാന്തനവും നൽകുന്നുണ്ടായിരുന്നു. ഇതേസമയം അടിയുടെ ശക്തിയിൽ അവശനായ അശോകിനെ ഡ്രൈവറുടെ സഹായത്താൽ കാറിലേക്ക് കയറ്റിയിരുത്തി ഡോർ അടച്ചുകൊണ്ട് അംബിക പകയെരിയുന്ന കൺകളാൽ അവരെ നോക്കി. എടി മൂദേവി, നീ കണ്ട തെമ്മാടിയെ കൊണ്ട് എൻ്റെ മോനെ തല്ലിച്ചില്ലേ? ഇതിന് നീ അനുഭവിക്കും. എത്ര കാലം നിനക്ക് ഇവൻ്റെ തണലിൽ കഴിയാൻ ആവും? ആരുടെയെങ്കിലും കയ്യിനാൽ ചാവാനുള്ളതാണ് ഇവൻ്റെ ജീവിതം. ഇനി ഒരിക്കൽ കൂടെ വരും ഞാൻ ഇവിടേക്ക്. അന്ന് എന്ത് തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ടവർ ദേഷ്യത്തിൽ കാറിൽ കയറി പോയപ്പോൾ വേദു അവിടെ തളർന്നിരുന്നു. വിതുമ്പൽ അടക്കാനാവാതെ അവൾ വളരെ പ്രയാസപ്പെട്ടു. നിനക്ക് വീട്ടിൽ പോകാനില്ലേ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കു ശേഷം ഗൗരവമേറിയ അവൻ്റെ വാക്കുകൾ ഉയർന്നു കേട്ടപ്പോൾ വേദു പതിയെ എഴുന്നേറ്റ് അവനെ നോക്കി. എന്നാൽ അവൻ്റെ ചോദ്യം മീനുവിനോടായിരുന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ മീനു വിറച്ചുകൊണ്ട് വേദുവിൻ്റെ കയ്യിൽ പിടിച്ചു. വേദു, ഞാൻ പോട്ടെ. നാളെ കുറച്ച് നേരത്തെ വരണട്ടോ. മീനു അത് പറഞ്ഞപ്പോൾ വേദു അവളെ നോക്കി പതിയെ തലയാട്ടി. അപ്പോൾ തന്നെ മുത്തശ്ശിയോടും കൂടെ യാത്ര പറഞ്ഞുകൊണ്ട് മീനു നടന്നകന്നു. അവൾ പോണത് ഒരു നിമിഷം നോക്കി നിന്ന അവൻ മുണ്ടും മടക്കി കുത്തി പോകാൻ നോക്കുമ്പോഴാണ് കയ്യിൽ ഒരു പിടി വീണത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ നിൽക്കുന്ന അവളെയാണ്. അകത്തേക്ക് വരൂ ഏട്ടാ, ചായ കുടിച്ചിട്ട് പോകാം. അവളുടെ വിളിക്ക് ഇല്ലെന്ന രീതിയിൽ മറുപടി പറയാൻ ഒരുങ്ങവെയാണ് തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന അവളുടെ മിഴികളിലേക്ക് നോട്ടം ചെന്നെത്തിപ്പെട്ടത്. ആ മിഴികളിലെ പ്രതീക്ഷയും തിളക്കവും കണ്ടപ്പോൾ അവൻ മറുത്തൊന്നും പറയാതെ അവളുടെ കൂടെ വീട്ടിലേക്ക് നടന്നു. അവൻ അവൾക്കൊപ്പം വീടിൻ്റെ പടി ചവിട്ടിക്കയറി വരുന്നത് വല്ലാത്തൊരു ആനന്ദത്തോടെ മുത്തശ്ശി നോക്കി കാണുന്നുണ്ടായിരുന്നു. അവനോട് ഉമ്മറത്തെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ ശേഷം അവൾ അകത്തേക്ക് ഓടി. ആ നേരം അത്രയും അവൾ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ എവിടെയോ മാഞ്ഞു പോയ പോലെ അവൾക്ക് തോന്നി. വേഗത്തിൽ പാൽ തിളപ്പിച്ച് നല്ല സ്ട്രോങ് ചായയും പലഹാരങ്ങളും ആക്കിക്കൊണ്ട് അവൾ അവന് കൊണ്ടുകൊടുത്തു. അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവൻ ഒന്നും മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി. അവൻ്റെ ആ പെരുമാറ്റം വേദനിപ്പിച്ചുവെങ്കിലും വല്ലാത്തൊരു പ്രണയത്തോടെ അവൾ അവനിൽ തന്നെ മിഴികൾ ഊന്നിക്കൊണ്ട് നിന്നു. നേരം ഒരുപാടായി, ഞാൻ ഇറങ്ങുവാ. അവളുടെ കയ്യിൽ ഒഴിഞ്ഞ ഗ്ലാസ് നീട്ടിക്കൊണ്ട് അവൻ അത്രയും പറഞ്ഞ് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി.
തന്നോട് എന്തെങ്കിലും അവൻ പറയുമെന്ന് വിചാരിച്ചു കൊണ്ടവൾ ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന അവനെ പ്രതീക്ഷയോടെ നോക്കി. പെടുന്നനെ അവൻ ഒന്ന് നിൽക്കുന്നതും തിരിഞ്ഞു നോക്കുന്നതും കണ്ട അവളുടെ നെഞ്ചിടിപ്പേറി. അവളെ നോക്കിക്കൊണ്ടവൻ കൈമാടി വിളിച്ചപ്പോൾ രാത്രിയാണെന്ന് പോലും നോക്കാതെ ആ പൊട്ടിപ്പെണ്ണ് അവളുടെ തെമ്മാടിക്കരികിൽ ഓടിച്ചെന്നു. അത് നാളെ നീയൊന്ന് മനയ്ക്കൽ വരെ വരണം. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. കൂടെ വരാൻ പറ്റുമോ? കൂരാക്കൂരിരുട്ടിലും തന്നെ നോക്കി തിളങ്ങി നിൽക്കുന്ന അവളുടെ മാൻപേട മിഴികളിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ ആ മിഴികൾ കൂടുതൽ തിളക്കത്തോടെ വിടരുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. ഞാൻ വരാം ഏട്ടാ. പെടുന്നനെ അവർക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു കളിക്കുന്ന മിന്നാമിനുങ്ങിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നിന്നും അവൾ പറഞ്ഞത് എന്താണെന്ന് അവന് മനസ്സിലായി. എന്നാ പൊയ്ക്കോ, നാളെ 10 മണിക്കാണ് പോകേണ്ടത്. അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൻ നടക്കാൻ തുടങ്ങി. അവൻ പോണതും നോക്കി അവൾ അങ്ങനെ തന്നെ അവിടെ നിന്നു, തെമ്മാടിയുടെ മാത്രം പൂച്ചക്കുട്ടിയായി.